നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. 2025 മാർച്ച് മാസം 14, 15, 16, 17, 18 ദിവസങ്ങൾ. ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷ വാർത്ത തേടി വരുന്ന സമയമാണ്. ഇവർ ജീവിതത്തിൽ ആഗ്രഹിച്ച വാർത്തകൾ ശ്രവിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നതായിരിക്കും. ആ നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഉറപ്പായും നിങ്ങൾ പൂർണ്ണമായും ഈ വീഡിയോ കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷ വാർത്തകളും ഭാഗ്യങ്ങളും നിറഞ്ഞ് ആ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കുന്നത് ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തൊക്കെ ഭാഗ്യങ്ങളാണ് നിങ്ങളെ തേടി വരുന്നതെന്നും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരാമർശിക്കുന്നതായിരിക്കും. ഉറപ്പായും എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകും. ഏത് തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനു മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ അല്ലെങ്കിൽ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതാണ്. അന്നേ ദിവസം രാവിലെ കുളിച്ച് വൃത്തിയായി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് സർവേശ്വരൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഒരുപക്ഷെ ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്ത വ്യക്തികൾ കാണും. വിദേശത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളാൽ ക്ഷേത്രങ്ങളിൽ പോകുവാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വിളക്ക് തെളിയിച്ച് നിങ്ങളുടെ ഇഷ്ട ദേവനെയോ ദേവിയോ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുക. ഉറപ്പായും ആ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ആ ആഗ്രഹങ്ങൾ ഈ പൂജ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. തികച്ചും നമ്മൾ സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്ന. ഒരു വ്യക്തിയിൽ നിന്നും ഒരു രൂപ നമ്മൾ ഫീസായിട്ട് ഈടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എല്ലാ വ്യക്തികൾക്കും ഉപകാരപ്രദമാകുന്നതായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കാണുക. എന്തു തന്നെയാലും വരുന്ന ദിവസങ്ങൾ കൊണ്ട് ഭാഗ്യങ്ങൾ തേടി വരുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു സമയമാണ് ഇവർക്ക് തുറക്കുന്നത്. ഇവർക്ക് ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർ ഉറപ്പായും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക. ശിവമന്ത്രങ്ങൾ ദിനവും ഉരുവിടുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ എന്ന് 108 തവണ ദിനവും നിങ്ങൾ ജപിക്കുക. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ നെഗറ്റീവുകളെയും എല്ലാ നെഗറ്റീവ് ശക്തികളെയും പുറന്തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും. ജീവിതത്തിൽ വലിയ വിജയങ്ങളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. നിങ്ങൾ പോലും അമ്പരപ്പിക്കുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങളുണ്ടാകും. ഈശ്വര, ഇത് എൻ്റെ ജീവിതത്തിലാണോ ഇത്രയും മാറ്റങ്ങളുണ്ടായെന്ന് നിങ്ങൾ ഈശ്വരനോട് പോലും ചോദിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഭാഗ്യസമ്പന്നമായ മകയിരം നക്ഷത്ര ജാതകർക്ക് വലിയ ഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ തേടി വരുവാനുള്ള യോഗങ്ങളാണ് വളരെ വലിയതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ്. അതായത് ലോട്ടറിയൊക്കെ നിങ്ങൾക്ക് അടിക്കുവാൻ സാധ്യതകളുണ്ട്. വിദേശത്തായാലും സ്വദേശത്തായാലും നിൽക്കുന്ന മകയിരം നക്ഷത്ര ജാതകരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഭാഗ്യങ്ങളൊന്ന് പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വര ചൈതന്യങ്ങളും മഹാലക്ഷ്മിയുടെ കടാക്ഷങ്ങളും ധാരാളം ലഭിക്കുന്ന സമയമാണ്. മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്തുന്ന പൂജകളും വഴിപാടുകളും നടത്തുക. മഹാലക്ഷ്മിയെ വീട്ടിൽ വെച്ച് വിളക്ക് തെളിയിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ധനാഭിവൃദ്ധിയും സമ്പന്നതയും സൗഭാഗ്യവും നിങ്ങളെ തേടി വരുവാനും ഇത് കാരണമായി തീരുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാഗ്യത്തിലൂടെ ഇത് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് ഈശ്വര പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി
കുടുംബദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക. അതുപോലെ തന്നെ ഓം നമഃ ശിവായ മന്ത്രങ്ങൾ 108 തവണ ജപിക്കുന്നതും മകീര നക്ഷത്രക്കാർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിലെ സകല നെഗറ്റീവുകളെയും പുറന്തള്ളി നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് കുതിക്കുവാൻ കഴിയുന്നതായിരിക്കും. ഇനി അങ്ങോട്ടുള്ളത് സർവ്വ ഐശ്വര്യത്തിൻ്റെയും സർവ്വ സാമ്പത്തിക നേട്ടത്തിൻ്റെയും സന്താനലബ്ധിയുടെയും സമയമാണ്. വളരെയേറെ ഭാഗ്യവതിയായിട്ടുള്ള അല്ലെങ്കിൽ ഭാഗ്യവതനായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക്. ഉറപ്പായും വലിയ വലിയ നേട്ടങ്ങളും ജീവിതത്തിലെ ഉയർച്ചകളും നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുണർദം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ ഭാഗ്യാനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. അതായത് വരുന്ന സമയങ്ങളിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ച് ധാരാളം പണം സമ്പാദിക്കുവാനും നിങ്ങളുടെ കൈകളിലേക്ക് കൈനിറയെ സമ്പത്ത് അല്ലെങ്കിൽ പണം വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറി നിൽക്കുന്ന സമയം. അതുകൊണ്ട് ഈശ്വരൻ്റെ മുമ്പിൽ ഇരു കൈകളും കൂപ്പി പ്രാർത്ഥിക്കുക. ഈശോ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതിൽ അങ്ങയോട് ഞാൻ കൃപയുള്ളവനാകുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരു കൈകളും കൂപ്പി നിങ്ങൾ ദൈവത്തോട് നന്ദി പറയുക. ദൈവം ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഈ ഉത്സവ സമയങ്ങളിൽ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും. എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ധനാഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളും ജീവിതത്തിൽ പുണർദം നക്ഷത്ര ജാതകരെ തേടി വരിക തന്നെ ചെയ്തായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ സുലരായിട്ടായിരിക്കും ഇവരുടെ ജീവിക്കുന്നത്. ഇനി അങ്ങോട്ട് വളരെയധികം എനർജറ്റീവായിട്ടായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്പത്തിനും നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല. ധാരാളം സൗഭാഗ്യവും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും. അടുത്ത പൂയം നക്ഷത്ര ജാതകരാണ്. ഇവർക്കും വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും ലോട്ടറി ഭാഗ്യങ്ങളും തെളിഞ്ഞു നിൽക്കുന്നൊരു സമയമാണ് ഈ ഒരു സമയം. നിങ്ങൾ ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്തായിരിക്കും. ഉറപ്പായും വലിയ വലിയ നേട്ടങ്ങളും വലിയ വലിയ ധനലാഭങ്ങളും നിങ്ങളെ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യ യോഗങ്ങൾ തെളിഞ്ഞു നിൽക്കുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനാഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഈശ്വരൻ്റെ കൃപയും ചൈതന്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഉറപ്പായും ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പം നിലവിൽ വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. വളരെയേറെ ഈശ്വരപ്രീതി ലഭിക്കുന്ന നക്ഷത്ര ജാതകരിൽ ഒരു കൂട്ടരാണ് ആയില്യം നക്ഷത്ര ജാതകർ. നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകപ്പെട്ടിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർ ഉറപ്പായും ക്ഷേത്ര ദർശനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, ഈശ്വര മന്ത്രങ്ങൾ ഉരുവിടുക. അതുപോലെ തന്നെ സർപ്പക്കാവുകളിൽ പോയി നൂറും പാലും സമർപ്പിച്ച് നാഗരാജാക്കന്മാരുടെ അനുഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും അകലുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളും നിങ്ങളെ പിടികൂടിയിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ശക്തികളെയും പുറന്തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനും കുതിക്കുവാനും കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈശ്വര പ്രീതികരമായിട്ടുള്ള പൂജകളും പ്രവൃത്തികളിലും ഏർപ്പെടുക നിങ്ങൾ. അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കുന്ന സംഘർഷങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പെട്ടെന്ന് നിങ്ങൾക്ക് കരകയറുവാൻ കഴിയുക തന്നെ ചെയ്തതായിരിക്കും. എല്ലാവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾക്ക് അകന്ന് കിട്ടുക തന്നെ ചെയ്തായിരിക്കും. അതുപോലെ തന്നെ ഉത്തരം നക്ഷത്ര ജാതകരാണ്. ഈ ഉത്തരം നക്ഷത്ര ജാതകർക്കും വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ തെളിയുന്ന സമയമാണ്. നിങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അകലുന്നതോടുകൂടി തന്നെ ധനപരമായിട്ടുള്ള അഭിവൃദ്ധികളും ധനൈശ്വര്യങ്ങളും ധാരാളം ലഭിക്കുന്ന സമയം. ഈശ്വരപ്രീതികരമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുക. ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ കുടുംബത്ത് വന്നു ചേരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സകലവിധമായ സാമ്പത്തിക ദുരിതങ്ങളും സങ്കടങ്ങളും മാറുന്നതായിരിക്കും. നിങ്ങൾക്ക് കടബാധ്യതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിങ്ങളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പോയി ശിവന് ധാര നടത്തുകയും ഭസ്മാഭിഷേകം ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ കൊണ്ടുവരുവാനും കാരണമായി തീരുന്ന സാഹചര്യങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും. അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ഉറപ്പായും ലോട്ടറിയൊക്കെ അടിച്ച് നല്ല രീതിയിലുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. സർവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു കനിയുന്ന സമയമാണ്. ധനാഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും കുടുംബ ചൈതന്യങ്ങളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടം നിങ്ങൾ ഉറപ്പായും പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുക. കുടുംബത്ത് വിളക്ക് തെളിയിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വഴക്കുകളും
ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ശത്രുതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുതയൊക്കെ കുറയുന്നതായിരിക്കും. കുടുംബ ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്തുക. കുടുംബക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. എത്ര വലിയ ശത്രുക്കളായിക്കൊള്ളട്ടെ, സഹോദരങ്ങൾ തമ്മിൽ ആ സഹോദര ശത്രുതയെല്ലാം മാറി ആ കുടുംബത്തിൽ നല്ല ഐശ്വര്യങ്ങൾ വരുന്നതായിരിക്കും. സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് സഹോദര സ്നേഹത്തോടു കൂടി നിങ്ങൾ ജീവിക്കുക എന്നുള്ളത് പറയുന്നത്. വളരെയേറെ മാറ്റങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നതായിരിക്കും. നല്ല വീട് വെക്കുവാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സമ്പത്തുകൾ നിങ്ങളിലേക്ക് തേടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. വിശാഖം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ധനാഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. എല്ലാവിധമായ കടബാധ്യതയും തരണം ചെയ്ത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ കഴിയും. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു കാലഘട്ടം വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. ഈശ്വര പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക. അത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തെളിച്ചു തരുന്നതായിരിക്കും. അടുത്ത അനിഴം നക്ഷത്ര ജാതകരാണ്. അനിഴം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും വലിയ ധനാഭിവൃദ്ധികളും ധനാഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ സമയം വലിയ ഭാഗ്യാനുഭവങ്ങളുണ്ടാകും. ലോട്ടറിയൊക്കെ അടിക്കുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി തെളിയുന്ന ഈ സമയം നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികൾ നിങ്ങൾക്കുണ്ടാകും. കുടുംബത്തിൽ ഐശ്വര്യവും ചൈതന്യവും വർദ്ധിക്കുന്ന സമയമൊക്കെയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വരുവാനും വന്നു ചേരുവാനുമുള്ള സമയവും സാഹചര്യവും ഈ സമയം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതായിരിക്കും. അടുത്ത തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും ധനാഭിവൃദ്ധിയും ധനാഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത്. ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന സമയമാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഒന്ന് പരീക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഭാഗ്യദൈവതയുടെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ധാരാളം ഈ സമയം നിങ്ങൾക്ക് കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നൊരു സമയമാണ്, വരുന്ന കാലഘട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈശ്വര പ്രീതികരമായിട്ടുള്ള പ്രവൃത്തികളും പൂജകളും ചെയ്യുക. ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് കുടുംബ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക. അതിന് യാതൊരു വിധമായ മുടക്കവും വരുത്താതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ധാരാളം വന്നു ചേരുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നതായിരിക്കും.